നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ വന്ന് അയാളെന്നെ കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചില്ലേ? അതൊക്കെ പോട്ടെ, നീ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് എന്തായി? സബ് രജിസ്ട്രാർ വേണുകുട്ടൻ സാറുമായിട്ട് ഞാൻ സംസാരിച്ചു. മിഥുൻ ഹാജരാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് 100% ഫേക്കാ. ഫേക്കാണെന്ന് നമുക്കറിയാലോ, പക്ഷെ അത് തെളിയിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റും. നീ ഒന്ന് തെളിച്ചു പറ നിധി. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ പ്രശ്നമായതുകൊണ്ട് വേണുകുട്ടൻ സാർ വൈകുന്നേരം 5:30 മണിക്ക് ഇവിടെ വരും. ആ മാരേജ് സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് തെളിയിക്കും. ഇതുകൊണ്ടൊന്നും ഞാൻ അന്വേഷണം നിർത്തില്ല. മിഥുനെ ഇറക്കിവിട്ട് പിന്നിൽ നിന്നും കളിക്കുന്നത് വസുന്ധരാന്റെ ആണെന്ന് ഞാൻ തെളിയിക്കും. ഏയ്, അവന് പിന്നിൽ അമ്മയൊന്നുമല്ല, ഒക്കെ നിന്റെ തെറ്റിദ്ധാരണ. എന്നെ തകർക്കാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരാ. പിന്നെ എന്റെ അമ്മായിയും ശിവാനിയും ഒക്കെ അവരുടെ പക്ഷം ചേർന്ന് കാണും. മിഥുനെ കുറിച്ച് ആന്റിയോട് പറഞ്ഞത് അമ്മായിയാവും. മിഥുൻ ഉണ്ടാക്കിയ ഫേക്ക് വീഡിയോയിൽ എന്റെ അതേ ഡ്രസ്സും ഹെയർ സ്റ്റൈലും ഉപയോഗിച്ച് ചതിച്ചത് ശിവാനിയാവും. അവരിതൊക്കെ ചെയ്തത് വസുന്ധര ആന്റി ഓഫർ ചെയ്ത പണത്തിന് വേണ്ടിയാവും. അല്ല അല്ല അല്ല, ഒരിക്കലും അമ്മ അത് ചെയ്യില്ല. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും സാറിന് വിശ്വാസമായിട്ടില്ല. ഇപ്പോഴും എന്നെ തകർക്കുന്ന ആന്റിയുടെ ഭാഗത്താണോ സാറ്? അമ്മയല്ല അവന് പിന്നിലെന്ന് ഞാൻ പറഞ്ഞില്ലേ. മിഥുനെ ഇറക്കിയത് മറ്റാരുമാണ്. ഈ പറയുന്നത് നുണയാണെന്ന് സാറിനും അറിയാം. എന്നിട്ടും ആന്റിയെ ദൈവമാക്കി പൂജാമുറിയിൽ ഇരുത്താനാ സാറ് ശ്രമിക്കുന്നത്. മതി, നിർത്ത്. ഇനി നീ ഒരു അന്വേഷണം നടത്തണ്ട.